ഈശ്വമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. വചന വിചിന്തനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-23 വാക്യങ്ങളിലാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് പ്രകാശം നൽകുന്നത് നമ്മുടെ കണ്ണുകളാണ്. കണ്ണുകളിലൂടെ നാം കാണുന്നതാണ് നമ്മുടെ ഹൃദയത്തിൽ പതിയുന്നത്. കാഴ്ചകളാണ് നമ്മുടെ ചിന്തകളെയും പ്രതികരണങ്ങളെയും സ്വാധീനിക്കുന്നത്. സത്യം കാണാൻ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ കണ്ണുകളാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മുടെ കണ്ണുകൾക്ക് സത്യം കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇന്നത്തെ കാഴ്ചകൾ നമ്മളെ കബളിപ്പിക്കുന്നു. കാരണം മനുഷ്യർ അവരുടെ യഥാർത്ഥ മുഖങ്ങളല്ല നമ്മുടെ മുന്നിൽ കാണിക്കുന്നത്. മാധ്യമങ്ങൾ നമ്മുടെ മുന്നിൽ നിരത്തുന്ന വാർത്തകൾ കള്ളങ്ങളും അർദ്ധസത്യങ്ങളുമാണ്. ഭൗതികതയുടെ അതിപ്രസരവും സ്വാർത്ഥതയും നമ്മുടെ കണ്ണുകളെ അന്ധകാരമാക്കിയിരിക്കുന്നു. വചനം പറയുന്നു, കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം ഇരുണ്ടുപോകും. നിന്റെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. പ്രകാശം അന്ധകാരമാകുന്നത് എങ്ങനെയാണ്? നന്മയെ അവഗണിക്കുമ്പോഴാണ് തിന്മ നന്മയെ കീഴടക്കുന്നത്. നാം അന്ധകാരത്തിൻ്റെ മക്കളാവുന്നത്. നല്ലത് കാണാനുള്ള താല്പര്യം നാം കാണിക്കണം. അതിനുള്ള മനോഭാവം നാം വളർത്തിയെടുക്കണം. നന്മയെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും നമുക്ക് സാധിക്കണം. എല്ലാത്തിലും ദോഷം മാത്രം കാണുന്ന വ്യക്തികളെ നാം കണ്ടിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു അന്ധന് കാഴ്ച നൽകുന്ന സംഭവം വിവരിക്കുന്നുണ്ട്. യേശു അന്ധന്റെ കണ്ണുകളിൽ സ്പർശിച്ചുകൊണ്ട് ചോദിക്കുന്നു, നീ ഇപ്പോൾ എന്ത് കാണുന്നു? അപ്പോൾ അന്ധന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ മനുഷ്യരെ കാണുന്നു. അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. പിന്നീടാണ് അവന് ശരിക്കും കാഴ്ച ലഭിക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ കാര്യവും. ദൈവം നൽകിയ ദാനമായ കണ്ണിൻ്റെ കാഴ്ചയെ സത്യം കാണാനുള്ള മാർഗമായി നാം പലപ്പോഴും ഉപയോഗിക്കുന്നില്ല. കാണുന്ന കാഴ്ചകളെ, കാണുന്ന സത്യങ്ങളെ അർദ്ധസത്യങ്ങളായും നുണകളായും മാറ്റാനാണ് നാം ഇന്ന് താല്പര്യം കാണിക്കുന്നത്. സത്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് അസത്യങ്ങളുടെ പിറകെയാണ് നാം ഇന്ന് പായുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരും നാമും ഒരേ പിതാവിൻ്റെ മക്കളാണെന്നും നമ്മെപ്പോലെ ഈ ലോകത്തിൽ ജീവിക്കാനുള്ള അവകാശവും അർഹതയും എല്ലാവർക്കും ഉണ്ടെന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. മതത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ നാം നമ്മുടെ സഹോദരങ്ങളെ മാറ്റി നിർത്തുന്നു. അതുകൊണ്ട് സത്യങ്ങൾ കാണാൻ നമുക്ക് ശീലിക്കാം. നമ്മുടെ കണ്ണുകളെ അതിനുവേണ്ടി വിശദീകരിക്കാം. നമ്മുടെ ചിന്തകളെയും ഹൃദയങ്ങളെയും മലിനപ്പെടുത്തുന്ന, പെരുമാറ്റ വൈകല്യമുണ്ടാകുന്ന കാഴ്ചകളിൽ നിന്ന് നമുക്ക് അകന്നു നിൽക്കാം. നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്ന, ഹൃദയത്തിന് ശുദ്ധിയേകുന്ന കാഴ്ചകൾ കാണാനും സത്യം കാണാനും സത്യം പ്രചരിപ്പിക്കുവാനും വേണ്ട കൃപ ദൈവം നമുക്ക് നൽകട്ടെ. അങ്ങനെ സത്യത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ദൈവം നൽകിയ ദാനമായ കണ്ണിനെയും അതിലൂടെ കാഴ്ചയെയും ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹീശോയെ, ഞങ്ങളുടെ കാഴ്ചകളെ നിർമ്മലമാക്കണമേ. ഹൃദയശുദ്ധിയോടുകൂടി ജീവിച്ച് ഞങ്ങളുടെ ശരീരങ്ങളെ പ്രകാശമാനമാക്കുവാനും അങ്ങനെ ഈ സമൂഹത്തിൽ പ്രകാശത്തിൻ്റെ സാക്ഷ്യങ്ങളായി ജീവിക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ.